സദ്യ ഉണ്ടാക്കുമ്പോഴും ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് ഒരുപാട് തേങ്ങ ചിരവിയെടുക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ടല്ലോ. അതുമാത്രമല്ല ചിലർക്ക് പൊട്ടിക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനും ഇതുപോലെ ചിരവിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നീ കാണിച്ചത്. 2 ടിപ്സ് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, കറുത്ത് നമ്മൾ കളയുന്ന പഴം വെച്ച് ഒരു കുഴക്കട്ട ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഈ 2 തേങ്ങ എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഈ 2 തേങ്ങ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ പൊട്ടിച്ചെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഒരു കത്തി എടുത്തിട്ട് 2-3 സ്ഥലത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അടുത്തടുത്ത് തന്നെ വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് വെട്ടി നോക്കൂ. ഒറ്റ വെട്ടിന് തന്നെ പൊട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ പൊട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒന്ന് കത്തി ഇട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ. വളരെ പെട്ടെന്നല്ലേ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത്. അതുപോലെ ഞാൻ 2 തേങ്ങയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ നമ്മൾ പെട്ടെന്ന് തേങ്ങ ചിരവി എടുക്കുന്നത് കാണിച്ചു തരാം. ഒരു ഇതുപോലെയുള്ള അപ്പച്ചമ്പിലേക്ക് നമുക്ക് എത്ര തേങ്ങ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് കമത്തി വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇതുപോലെ 4 തേങ്ങ ഉള്ളെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ തേങ്ങ വെക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കണം കേട്ടോ. ഞാനിത് ഈ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇപ്പോൾ ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നോക്കിക്കോ, ഒരു കത്തി വെച്ച് പെട്ടെന്ന് തന്നെ നമുക്കിത് അടർത്തിയെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് സാധാരണ തേങ്ങയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അടർത്തി കിട്ടില്ലല്ലോ. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ പെട്ടെന്നാണ് കേട്ടോ ഞാൻ ഇതുപോലെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ചൂടോട് കൂടി മാത്രമാണോ നമുക്ക് ഈ തേങ്ങ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരു തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴും എനിക്ക് ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവി കയറ്റിയതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും ഇതുപോലെ കിട്ടുന്നുണ്ട്. അത് പരീക്ഷിക്കാനായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഒന്ന് എടുത്ത് നോക്കിയത്. ഇത് എല്ലാം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നല്ല വെളുത്ത കളറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഈ തൊലി ഉണ്ടല്ലോ അതൊന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി കേട്ടോ. പക്ഷേ ഞാൻ ഇതിനോട് കൂടി തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഓണത്തിനും വിഷു അല്ലെങ്കിൽ അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് ഒരുപാട് തേങ്ങ പെട്ടെന്ന് ആവശ്യം വരുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇതുപോലെ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാറാണ് പതിവ്. കാരണം നമുക്ക് ഫ്രീ ടൈമിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഈ തേങ്ങ കണ്ടോ, ഇത് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് എടുത്തപ്പോൾ എനിക്ക് അതിലും കൂടുതൽ വേഗത്തിൽ എടുക്കാൻ പറ്റുന്നതായി തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്കെടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കറുത്ത് പഴുത്ത പഴമുണ്ടല്ലോ നമ്മൾ വീട്ടിൽ കളയുന്നത്, അത് വെച്ച് നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അത് ഒന്ന് ഇതേപോലെ വാട്ടി കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ വാടി കിട്ടും. കാരണം അത്രയ്ക്കും പഴുത്ത പഴമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ തവി വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഉടച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കരിപ്പട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾ കരിപ്പട്ടി ഇല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരം ഇല്ലാതെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴുത്ത പഴത്തിൻ്റെ മണം ഉണ്ടെങ്കിൽ അതൊന്ന് മാറാനാണ് കേട്ടോ. ഇല്ലെങ്കിൽ 2 ഏലക്കായപ്പൊടി ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് റാഗിപ്പൊടിയാണ്. റാഗിപ്പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ കൂടിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ കുഴക്കട്ടി ഉണ്ടാക്കി സ്റ്റീമറിൽ ഒരു 15 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായ കുഴക്കട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കഴിക്കൂട്ടോ, കുട്ടികളും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടമാവും ഈ പലഹാരം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്